ഹോർമുസിൽ ധാരണയായെന്ന സൂചനകൾ. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഹോർമുസ് കടലിടുക്ക് ഘട്ടം ഘട്ടമായി വാണിജ്യത്തിന് തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ച് ഇറാനും യുഎസും ധാരണയിലെത്തിയെന്ന റിപ്പോർട്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് ചർച്ചകളുമായി ബന്ധമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗദി മീഡിയയായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനും യുഎസും ഈ റിപ്പോർട്ടുകളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യുഎസിന് 14 പദ്ധതി ഇറാൻ്റെ പരിഗണനയിലാണെന്നാണ് ഔദ്യോഗിക നിലപാട്. ഇറാൻ യുഎസ് കരാർ ആയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വമ്പൻ മുന്നേറ്റം നടത്തി ഇന്ത്യൻ ഓഹരി വിപണി. എന്നാൽ റിപ്പോർട്ടുകൾക്ക് സ്ഥിരീകരണമില്ലാത്ത സാഹചര്യത്തിൽ വിപണി താഴേക്ക് ഇടിയുകയും ചെയ്തു. 78,834 വരെ ഉയർന്ന ശേഷം സെൻസെക്സ് 550 പോയിന്റ് ഇടിഞ്ഞ് 77,844 താഴ്ന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 24,482 വരെ കുതിച്ച ശേഷം 24,326 വ്യാപാരം അവസാനിപ്പിച്ചത്. ഉയർന്ന ലെവലിൽ ലാഭമെടുപ്പും ശക്തമായിരുന്നു. FMCG, ബാങ്കിംഗ്, റിയൽറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. ഓട്ടോ, എനർജി മേഖലകളിൽ മികച്ച മുന്നേറ്റവും ഇന്ന് ദൃശ്യമായി. ഇറാൻ സമാധാന കരാർ അരികെ എന്ന പ്രതീക്ഷയിൽ അന്താരാഷ്ട്ര എണ്ണവില താഴ്ന്നു തന്നെയാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $98 അരികെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സ്വർണ്ണത്തിൽ കുതിപ്പ് തുടരുകയുമാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില 1% ഉയർന്ന് $4,735 കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 80 രൂപ ഉയർന്ന് 14,025 രൂപയായി. പവന് 640 രൂപ വർദ്ധിച്ച് 1,12,200 ഇന്നത്തെ വില. കേരള വിപണിയിൽ സാന്നിധ്യം വിപുലീകരിക്കാൻ ഹെലിയോസ് മ്യൂച്വൽ ഫണ്ട്. കേരളത്തിലെ ഉയർന്ന സാമ്പത്തിക സാക്ഷരതയും പ്രവാസികളിൽ നിന്നുള്ള സമ്പത്ത് സമാഹരണ സാധ്യതയും പ്രയോജനപ്പെടുത്താനാണ് ഹെലിയോസിൻ്റെ പദ്ധതി. ഹെലിയോസ് സ്മോൾ ക്യാപ് ഫണ്ട് NFOയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മെട്രോ ഇതര നഗരങ്ങളിൽ കൊച്ചിയുമുണ്ട്. കേരളത്തിൽ 40-ലധികം പ്രാദേശിക ഫിനാൻഷ്യൽ അഡ്വൈസർമാരെ എംപാനൽ ചെയ്തുകൊണ്ട് ശക്തമായ ശൃംഖലയാണ് ഹെലിയോസ് കെട്ടിപ്പടുത്തിരിക്കുന്നതെന്ന് ഹെലിയോസ് ഇന്ത്യ ബിസിനസ് ഹെഡ് ദേവി പ്രസാദ് നായർ പറഞ്ഞു.